ചെറുപ്പക്കാരൊക്കെ വല്ലാത്ത ടെൻഷനിലാണ്. ഞങ്ങൾക്ക് പെണ്ണ് കിട്ടുമോ? കിട്ടിയാലാണെങ്കിലോ സ്വർണത്തിന് ക്രമാതീതമായി വില വർദ്ധിച്ചുകൊണ്ടിരിക്കുക. എന്തൊരു പുലിവാലാണ്. സ്വർണ്ണമില്ലെങ്കിൽ കല്യാണം ശരിയാകൂല. ഇതൊക്കെ എന്തെല്ലാമോ തെറ്റിദ്ധാരണകളാണ്. ഇസ്ലാമിൽ മഹർ സ്വർണ്ണമാവണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. മൂല്യമുള്ള വസ്തു ആവണം എന്നേ പറഞ്ഞു. അത് കാശാവാം, മുതലക്കല്ലുകളാവാം, പലതുമാവാം, ലോഹങ്ങളാവാം, ചെമ്പാകാം. ഏറ്റവും നല്ലത് വെള്ളിയാണ് മഹറിന് നല്ലത്. അത് 10 ദിർഹമിനേക്കാൾ ചുരുങ്ങാതിരിക്കുക, 500 ദിർഹമിനേക്കാൾ കൂടാതിരിക്കുക. 1 ദിർഹം എന്നാൽ 3 ഗ്രാമാണ്. അപ്പോൾ 30 ഗ്രാമിനേക്കാൾ ചുരുങ്ങരുത്. നല്ലത് മതിയാകും, നല്ലത് അങ്ങനെയാണ്. 1.5 കിലോവിനേക്കാൾ കൂടുതലാവരുത്. പെൺകുട്ടികൾ ഞാനൊരു മിനി ജ്വല്ലറി ആവണമെന്ന് കരുതി ഉള്ളതെല്ലാം കൂടി വാരിട്ടുകാണ്ട് ഉമ്മനും ബാപ്പനും താത്തക്ക് 100 കൊടുത്തില്ലേ, വലിയ താത്തക്ക് 100 കൊടുത്തില്ലേ, എനിക്ക് 100 എന്ന് പറഞ്ഞ് മാതാപിതാക്കളെ പേടിപ്പിക്കരുത്, പ്രയാസപ്പെടുത്തരുത്. അവസരങ്ങളും സന്ദർഭങ്ങളും മനസ്സിലാക്കി അവരുടെ ഐശ്വര്യവും ദാരിദ്ര്യവും ബോധ്യപ്പെട്ട് അവർക്കൊപ്പ് നിൽക്കുക. രക്ഷിതാക്കളാവട്ടെ പരമാവധി മക്കളിൽ നീതി പുലർത്താൻ ശ്രമിക്കുകയും ചെയ്യുക. എങ്ങനെല്ലാം പരസ്പരം ഒത്തൊരുമയും കൂട്ടായ്മയും നിലനിർത്തിയാൽ ആ ഒരാചാരം, സ്വർണ്ണം ഉണ്ടെങ്കിലേ കല്യാണം ശരിയാവൂ, സ്വർണ്ണമില്ലെങ്കിൽ നിക്കാഹ് ശരിയാകൂല എന്നൊരു കിതാബിലും പറഞ്ഞിട്ടില്ല, ഒരു നിയമവുമില്ല. മറിച്ച് മഹ്റെന്നാൽ അത് എന്ത് വിലയുള്ള മൂല്യമുള്ള വസ്തുവാണെങ്കിലും, ഏത് ലോഹങ്ങളാണെങ്കിലും, ചെമ്പാണെങ്കിലും വെള്ളിയാണെങ്കിലും പിച്ചളയാണെങ്കിലും ഡയമണ്ടാണെങ്കിലും എന്താണെങ്കിലും ശരിയാകും. അതിലേറ്റവും പുണ്യം വെള്ളിയാവലാണ് എന്ന് തിരിച്ചറിയുന്നത് വളരെ നന്നായിരിക്കും.